അപ്പം നമ്മളിന്ന് കുറച്ച് OTT റിലീസായിട്ടുള്ള ഒരു 3 സിനിമകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം നമ്മുടെ സ്വന്തം ലോക്കൽ ഹാക്കറായി ഗിരീഷ് ഏടി ഡയറക്റ്റ് ചെയ്ത് നെസ്ലിൻ കേന്ദ്ര കഥാപാത്രം എത്തി അയാം കാതലൻ OTT റിലീസായി എത്തിയിട്ടുണ്ട്. ഈ സിനിമയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പുള്ളിയുടെ പ്രീവിയസ് പടങ്ങൾ പോലെ ഒരു കംപ്ലീറ്റ്ലി എൻ്റർടൈനറോ ഒരു കളർഫുൾ മൂവിയോ അല്ല ഈ അയാം കാതലൻ എന്നുള്ള സിനിമ. ആക്ച്വലി നമുക്കറിയാം, പ്രേമലുവിന് മുമ്പ് അനൗൺസ് ചെയ്ത് ഷൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പ്രേമലു റിലീസ് ചെയ്ത് ബ്ലോക്ക് ബസ്റ്റർ ആയതിനു ശേഷം ഇറക്കിയ ഒരു സിനിമയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വേരിയേഷൻ കാണാൻ സാധിക്കും തീർച്ചയായിട്ടും. കാരണം ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലും ഒരു കളറിങ്ങിലൊക്കെ കംപ്ലീറ്റ്ലി ഒരു ചെറിയൊരു ഡൗൺ പോലെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു മൂവിയാണ് അയാം കാതലൻ എന്നുള്ള സിനിമ. ആക്ച്വലി ഈ സിനിമ കഴിയുമ്പോൾ നമുക്ക് ഓർത്ത് വെക്കാനോ, പുള്ളിയുടെ മറ്റു പടങ്ങളൊക്കെ ഭയങ്കര റിപ്പീറ്റ് വാല്യൂ ആണ്. ഈ സിനിമയ്ക്ക് എനിക്ക് അങ്ങനെ ഒരു റിപ്പീറ്റ് വാല്യൂ ഉള്ളതായി തോന്നിയില്ല. ഒരു ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാൻ പാകത്തിനുള്ള ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ് അയാം കാതൽ എന്നുള്ള സിനിമ. അതിലെ വിഷ്ണു എന്ന ക്യാരക്ടറെയാണ് നെസ്ലിൻ ചെയ്തിരിക്കുന്നത്. പുള്ളി ഒരു പെൺകുട്ടിയെ ഇഷ്ടത്തിലാണ്, കോളേജിൽ തൻ്റെ ക്ലാസ്മേറ്റ് കൂടിയാണ്. അപ്പം പുള്ളിക്ക് കുറച്ച് അരിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പുള്ളി അത്യാവശ്യം ഹാക്കിങ്ങും അല്ലറ ചില്ലറ അങ്ങനെ പരിപാടികളായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അന്നേരമാണ് ബ്രേക്കപ്പ് ആവുന്നത് മാത്രമല്ല, പുള്ളീനെ നമ്മുടെ നായകനായ നെസ്ലിനെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവരുടെ പെൺകുട്ടിയുടെ അച്ഛൻ അത്യാവശ്യം നല്ല ഫിനാൻസ് കമ്പനി പോലുള്ള കമ്പനികളൊക്കെ ഉള്ള അത്യാവശ്യം നല്ല പണക്കാരനാണ്. പുള്ളിക്ക് അങ്ങനെ ജോലി പോലും ആയിട്ടില്ല. അപ്പം അങ്ങനെ ഒരു രീതിയിൽ പോകുന്ന സമയത്താണ് ഈ പുള്ളി കേൾക്കുന്ന ഒരു അപമാനം കാരണം പുള്ളി റിവെഞ്ച് എടുക്കുകയാണ്. കാമുകിയുടെ അച്ഛന് എതിരെയുള്ള ഒരു റിവെഞ്ചാണ്. ആ ഒരു ഹാക്ക് ചെയ്ത് പുള്ളിയുടെ ഫിനാൻസ് കമ്പനിയിൽ ചെറിയൊരു കോളുകളൊക്കെ സൃഷ്ടിക്കുക എന്നുള്ള രീതിയിൽ തുടങ്ങുകയും പിന്നീട് അതിന് പിന്നിലുള്ള കാര്യങ്ങളുമാണ് സിനിമ സംസാരിക്കുന്നത്. അപ്പോൾ ത്രൂ ഔട്ട് ഒരു ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഒരു പുള്ളിയുടെ ജോണർ മാറ്റമാണ്. ഒരു കോമഡി എൻ്റർടൈനർ അല്ല. ചിത്രത്തിൽ ഹ്യൂമർ ഒട്ടും തന്നെ ഇല്ല. സിനിമയിൽ പോസിറ്റീവായിട്ട് തോന്നുന്നത് നെസ്ലിൻ്റെ ഒരു പെർഫോമൻസ് ആണ്. പുള്ളി ഭയങ്കര കൈയടക്കത്തോടെ ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. മറ്റ് 2 സിനിമകളോളം കംപ്ലീറ്റ്ലി ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ക്യാരക്ടർ അല്ലാത്തതുകൊണ്ട് തന്നെ അത് വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നായിക ഭയങ്കര മിസ്കാസ്റ്റ് ആയി തോന്നി. വേറെ ആരെങ്കിലും ഇടായിരുന്നു, കാരണം കൂടുതൽ സമയം സ്ക്രീനിലുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ ത്രൂ ഔട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ഹ്യൂമർ ഇല്ല, ഒരു ഭയങ്കര ത്രില്ലിങ്ങും എന്ന് പറയാനുമില്ല. ഒരു വൺ ടൈം വാച്ചബിളായിട്ട് ചുമ്മാ കണ്ടിരിക്കാൻ പോകുന്ന ഒരു ടൈം പാസ് മൂവിയാണ് അയാം കാതൽ. നമ്മളപ്പോൾ അടുത്തതായിട്ട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ആനന്ദ് ശ്രീബാല എന്ന സിനിമയാണ്. വിഷ്ണു വിജയൻ ഡയറക്റ്റ് ചെയ്ത് അഭിലാഷ് പിള്ള റൈറ്റ് ചെയ്ത ഒരു സിനിമയാണ്. അർജുൻ അശോകൻ, സംഗീത, അപർണദാസ് തുടങ്ങിയവരാണ് ലീഡ് റോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇതിൻ്റെ മുമ്പ് തന്നെ അതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു നടന്ന സംഭവത്തെ ആസ്പദമാക്കിക്കൊണ്ട് എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ് ആനന്ദ് ശ്രീബാല എന്നുള്ളതാണ്. ഒരു പെൺകുട്ടി പാലത്തിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു കേസിനെ ക്ലോസ് ചെയ്യുകയും എന്നാൽ അതൊരു കൊലപാതകമാണെന്ന് മാതാപിതാക്കളടക്കം വിശ്വസിക്കുകയും പിന്നീടുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിലെ നായകൻ ആനന്ദ് ശ്രീബാല എന്ന് പറയുന്ന പുള്ളിയുടെ അമ്മ പോലീസാണ്. സംഗീത മേഡമാണ് ആ റോള് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കൊരു ഹാലൂസിനേഷൻ ഉണ്ട്, ഒരു ചെറിയ പ്രശ്നമുണ്ട്. പുള്ളിക്ക് പോലീസാകണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പുള്ളിക്ക് ഈ ഒരു പ്രശ്നം ഭയങ്കരമായിട്ടുള്ള ഉണ്ടാണ്. ചെറുപ്പം തൊട്ടേ അമ്മ കൂടെ ഉണ്ട് എന്ന് തോന്നുന്ന ഒരു ഹാലൂസിനേഷനാണ്. പുള്ളി അമ്മയോട് സംസാരിക്കും കാര്യങ്ങളൊക്കെ. അങ്ങനെ പോകുമ്പോഴാണ് പുള്ളി റിട്ടേൺ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ പാസ്സായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മെഡിക്കൽ ടെസ്റ്റിന് ഈ ചെറിയ പ്രശ്നം വരും. ഒരു ഈഗോ ക്ലാഷ് കാരണം പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ചെറിയൊരു ഇത് കൊടുക്കുകയാണ്. പിന്നീട് ഈ കേസിൻ്റെ പുറകെ ആദ്യം ഒരു ചാനൽ വഴി ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഒരു സ്റ്റോറി ചെയ്യണം എന്നുള്ള രീതിയിൽ തുടങ്ങുകയും പിന്നീട് ഈ ഒരു ഈഗോ ക്ലാഷിൻ്റെ പേരിൽ താൻ തന്നെ ഒരു പാരലൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും ചെയ്യുന്നതാണ് സിനിമ പറയുന്നത്. സിനിമ ആദ്യം കാണിക്കുന്ന നായകൻ അത്യാവശ്യം പോലീസുകാരെയൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ചില കേസ് ഫയലൊക്കെ വായിച്ചതിന് ശേഷം പുള്ളി കുറേ ലൂപ്പ് ഹോളൊക്കെ കണ്ടുപിടിക്കുന്ന ഒരാളാണ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയിലൊക്കെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ഒരു ആകാംക്ഷാപൂർവ്വം തന്നെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവസാനം വരെ ഒരു നല്ല രീതിയിലുള്ള ഒരു മിസ്റ്ററി ക്രിയേറ്റ് ചെയ്ത് ഇതിൻ്റെ ആരാണ് കൊന്നത്, അല്ലെങ്കിൽ അതിൻ്റെ രീതികൾ എന്തൊക്കെയാണ്, എന്താ കാരണം എന്നുള്ള രീതിയിൽ നമുക്ക് തന്നെ തോന്നിക്കുന്ന ഒരു സിനിമയാണ്. അത് തീർച്ചയായിട്ടും ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ക്ലൈമാക്സും കൂടി ആയപ്പോൾ സിനിമ അത്യാവശ്യം ഡീസൻറ്റ് വാച്ചായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഈ സിനിമയിൽ വീക്ക് പോയിന്റ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ ഈ ഹാലുസിനേറ്റീവ് ചെയ്യുന്ന അമ്മൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ സിനിമ ഡൗൺ ആവുന്നുണ്ട്. ഒരു കംപ്ലീറ്റ്ലി ഒരു ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു ത്രില്ലർ അല്ല ആനന്ദ് ശ്രീബാല എന്നുള്ളത് ഉള്ള ഒരു പ്രശ്നമുണ്ട്. കാരണം അങ്ങനെ എടുക്കായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഒരുപക്ഷെ അങ്ങനെ എടുത്താണെങ്കിൽ സിനിമ ഒരു വൻ വിജയമായി തന്നെ പോയിട്ടുണ്ടാവും. ഇത് വളരെ ഒരു അത്രയ്ക്ക് അങ്ങോട്ട് ഹൈ മൊമെൻറ്റ്സ് ഒന്നും ഇല്ലാതെ, പക്ഷേ ആ ആകാംക്ഷ ഒട്ടും കുറയ്ക്കാതെ തന്നെ സിനിമ എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും വർക്കായോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കൊരു ഡീസൻറ്റ് വാച്ച് ആയിട്ടാണ് തോന്നിയത്. ഞാൻ അവസാനം വരെ അത്യാവശ്യം നല്ല രീതിയിൽ എൻഗേജ് ചെയ്ത് കണ്ടു. ഇടയ്ക്ക് ഒന്ന് ഡൗൺ ആവുന്നുണ്ട് സിനിമ. ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ ഒരു ഹൈ മൊമെൻറ്റ്സോ ഒരു പമ്പിങ് ആയിട്ടുള്ള ഒരു സംഭവമൊന്നുമില്ല. കുറച്ചുകൂടെ ബെറ്റർ ആക്കായിരുന്നു തോന്നുന്ന ഒരു മൂവിയാണ് ആനന്ദ് ശ്രീബാല.
അടുത്ത നമ്മൾ സംസാരിക്കാൻ പോകുന്ന തമിഴ് സിനിമയാണ്. നമുക്കറിയാം വിടുതലൈ പാർട്ട് 2. നമ്മളെ ഇവർ കാത്തിരുന്ന ഒരു സിനിമയാണ്. എനിക്ക് തിയേറ്ററിൽ വാച്ചിൽ കാണാൻ പറ്റിയില്ല. അങ്ങനെ വെട്രിമാരൻ ഡയറക്റ്റ് ചെയ്ത് വിജയ് സേതുപതി, സൂരി തുടങ്ങിയവരാണ് പ്രധാന വേഷത്തിലെത്തിയിരിക്കുന്നത്. ആദ്യ ഭാഗത്തിനു സംബന്ധിച്ച് ആദ്യ ഭാഗത്ത് എവിടെ നിർത്തിയോ അവിടെ നിന്ന് ബാക്കി തുടങ്ങുന്ന ഒരു മൂവിയാണ് വിടുതലൈ പാർട്ട് 2. അതിൽ പറഞ്ഞു വെച്ച കാസ്റ്റ് വിഷയമാണെങ്കിലും പൊളിറ്റിക്സ് ആയാലും ഇതിൽ കുറച്ചുകൂടെ മൂർച്ചയേറിയ ഒരു ഇതായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രൊഡക്ഷൻ ക്വാളിറ്റി ആയാലും മൊത്തത്തിൽ ഒരു മേക്കിംഗ് ക്വാളിറ്റിയൊക്കെ പുള്ളി കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് പുള്ളിയുടെ ഫിലിമോഗ്രഫിയിൽ ഏറ്റവും താഴെ റാങ്കിങ് കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് വിടുതലൈ പാർട്ട് 2. കാരണം എന്തോ ഒരു മിസ്സിങ് ഉള്ള പോലെ നമുക്ക് സിനിമ കാണുമ്പോൾ അങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. വിടുതലയാണെങ്കിൽ പോലും എനിക്ക് മറ്റ് സിനിമകളെ അപേക്ഷിച്ച് കുറച്ച് ഡൗൺ ആയിട്ട് തന്നെ തോന്നുന്നത്. അതിനേക്കാളും ഡൗൺ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. വിടുതലൈ പാർട്ട് 1 കുറച്ചുകൂടെ ഡൗൺ ആണ് സിനിമ. പക്ഷെ എന്നാലും നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റിയും വിട്രിമാൻ്റെ മേക്കിംഗ് സ്റ്റൈലും പിന്നെ വിജയ് സേതുപതിയുടെ പെർഫോമൻസ്, കുറേ അധികം പൊളിറ്റിക്സ് കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാൻ പറ്റും. പുള്ളി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ കൺവേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ 3 സിനിമകളാണ് പറയുന്നത്. ഈ 3 സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത സിനിമകളുമായിട്ട് വരുന്നതായിരിക്കും. ബൈ.